Dear students, welcome to the last part of the 6th module, that is the torsion of thin-walled sections with multiple cells. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മുമ്പത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് തിൻ വാൾഡ് ട്യൂബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു തിൻ വാൾഡ് ട്യൂബ് ആണെങ്കിൽ തിക്നെസ് മിനിമം ആയിരിക്കും, അതേസമയം ഒരൊറ്റ ക്ലോസ്ഡ് കോണ്ടൂർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇനിയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം ക്ലോസ്ഡ് കോണ്ടൂർ കാണും, അതാണ് മൾട്ടിപ്പിൾ സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ക്ലോസ്ഡ് ചേംബർ അല്ലെങ്കിൽ ക്ലോസ്ഡ് പാർട്ട് ഒന്നിലധികം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡ്രോ ദി ഷിയർ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ ഷിയർ ഫ്ലോ ഡയറക്ഷൻ ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒന്നിലധികം ഉണ്ടെങ്കിൽ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. മാത്രമല്ല ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മിക്കവാറും ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ലാസ്റ്റ് പാർട്ടാണ്, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സെൽസ്. അപ്പോൾ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആയിരിക്കും, ഡെറിവേഷനിലെ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും ഇതിൻ്റെ കാൽക്കുലേഷനിൽ വരുന്നത്. സോ കമ്മിങ് ടു ദി ഫണ്ടമെൻ്റൽ തിങ്സ്, ഇത് രണ്ട് ക്ലോസ്ഡ് സെല്ലുണ്ട്. അതായത് ജസ്റ്റ് കൺസിഡർ ദിസ് വിൽ ബി ദി ക്രോസ് സെക്ഷൻ ഓഫ് എ തിൻ വാൾഡ് ട്യൂബ്. അപ്പോൾ ഏറെക്കുറെ റെക്ടാങ്കിൾ എന്ന് പറയത്തില്ല, ചിലപ്പോൾ റെക്ടാങ്കിൾ ആയിരിക്കും, ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും, ഏത് ഷേപ്പ് ആയിക്കോട്ടെ. ഇത് ഒരു സെല്ല്, ഇത് രണ്ട് സെല്ല്, അങ്ങനെ രണ്ട് ചേംബറുള്ള ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ക്രോസ് സെക്ഷൻ ഓഫ് എ ഷാഫ്റ്റ്. ആ ഷാഫ്റ്റ് സപ്പോസ് ഇതാ ഇസഡ് ഡയറക്ഷൻ ഇരിക്കട്ടെ. ദെൻ along the z direction the shaft axis is lying. ഇതാണ് ഷാഫ്റ്റിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫ്റ്റിനെ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്താൽ കിട്ടുന്ന ക്രോസ് സെക്ഷൻ ആയിരിക്കും ഈ ഷേപ്പ്. അതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ഇതാ ഇങ്ങോട്ട്, ഇതാണ് ഷാഫ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നൗ ഈ രണ്ട് ചേംബർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ഇറ്റ് സെൽ 1 ആൻഡ് സെൽ 2. പേര് വിളിക്കുകയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെല്ല്. അപ്പോൾ ഒരു സെല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് കോണ്ടൂർ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സെക്ഷൻ ആയിരിക്കും. വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫ്ലോ ലൈക്ക് ദിസ്. അത് ഞാൻ പിന്നീട് പറയാം. ഇനി ഇവിടെ ആദ്യത്തെ സെല്ല് കൺസിഡർ ചെയ്യണം, രണ്ടാമത്തെ സെല്ലിന് സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം, രണ്ടും കൂടെ മേർജ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ മേർജ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് സെല്ലിന് ഫസ്റ്റ് സെല്ലിൻ്റെ ലെഫ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്, ഇത് അതിൻ്റെ വെബ് എന്ന് പറയും. ദാറ്റ് ഈസ് കോമൺ ടു ദ സെക്കൻഡ് സെൽ ഓൾസോ. ഇതാണ് അതിലെ പ്രശ്നം. അപ്പോൾ നമുക്ക് രണ്ടോട് മേർജ് ചെയ്യുമ്പോഴത്തേക്കും ഈ കോമൺ ആയിട്ട് വരുന്ന വെബിലും ചില ഫിനോമിനൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ജസ്റ്റ് അസ്യൂം ദാറ്റ് ദർ ഇസ് എ ടോർക്ക് അപ്ലൈഡ് ടി ഓൺ ദി ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു ടോർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് ഡയറക്ഷൻ വേണം കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് ഇറ്റ് ബി ദി ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദിസ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ടോർക്ക് all the elements on the shaft cross section will undergo a shear stress. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം ഈ എലമെൻറ്റിൽ ഷിയർ സ്ട്രെസ് വരും. അത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇതേ ഡയറക്ഷനിൽ തന്നെ. സോ ഇങ്ങനെ വരും. ഷിയർ സ്ട്രെസ് ടൗ ഇൻറ്റു തിക്നെസ് അറ്റ് ദാറ്റ് സെക്ഷൻ ദാറ്റ് ഗിവ്സ് ദ ഷിയർ ഫ്ലോ. അപ്പോൾ ഞാൻ ഇനി ഷിയർ ഫ്ലോ എഴുതിയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. സോ ഞാൻ ഒന്നെങ്കിൽ ഇവിടെ ടൗ എന്ന് എഴുതും, അല്ലെങ്കിൽ ക്യൂ എന്ന് എഴുതും. കാരണം എന്താ? ക്യൂ എന്ന് പറഞ്ഞാൽ ഷിയർ ഫ്ലോ, ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ടൗ ഇൻറ്റു തിക്നെസ്. ഷിയർ സ്ട്രെസ് എവിടുത്തെ ഷിയർ സ്ട്രെസ് എടുത്തപ്പോൾ എവിടുത്തെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലെ ഷിയർ സ്ട്രെസ് മൾട്ടിപ്ലൈ വിത്ത് തിക്നെസ് ഓഫ് ദി സെക്ഷൻ ദാറ്റ് ഗീവ്സ് ദ ഷിയർ ഫ്ലോ. അപ്പോൾ തിക്നെസ്സിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും ഷിയർ ഫ്ലോയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇത് സെൽ 1ൻ്റെ ആയതുകൊണ്ട് ഞാനിവിടെ Q1 അല്ലെങ്കിൽ ടൗ 1 എല്ലാം ഒന്ന് തന്നെ, Q1 അല്ലെങ്കിൽ ടൗ 1 എന്ന് എഴുതാം ഷിയർ സ്ട്രെസ്. സോ ലെറ്റ് ഇറ്റ് ബി ടൗ 1. അതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നു. സോ ആദ്യം നമുക്ക് ഷിയർ സ്ട്രെസ് പറഞ്ഞിട്ട് പിന്നെ ഷിയർ ഫ്ലോ പറയും. ടൗ 1. അപ്പോൾ ടോർക്ക് അപ്ലൈ ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പാർട്ടിൽ ഷിയർ സ്ട്രെസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കിട്ടുന്നു, ദാറ്റ് ഈസ് ടൗ 1. ഇനി ഇവിടെ എങ്ങനെ വരും? ഇവിടെ അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഹിയർ ഓൾസോ വി ഗെറ്റ് അനദർ ഷിയർ സ്ട്രെസ് ടൗ, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. കാരണം ഈ തിക്നെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സെക്കൻഡ് സെൽ. സോ ലെറ്റ് ഇറ്റ് ബി അനദർ ഷിയർ സ്ട്രെസ് ടൗ 2. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിൽ എന്ത് വരും? ഇങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അതിൻ്റെ ടോർക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ എക്സ്പെക്ട് ഷിയർ സ്ട്രെസ് ഇൻ ദിസ് ഡയറക്ഷൻ. അത് അതിൻ്റെ വെബ് പാർട്ടാണ്. ഞാൻ വേറൊരു പേര് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി ടൗ 3. അതാണ് തേർഡ് ഷിയർ സ്ട്രെസ്. അപ്പോൾ നോക്കുക, ഇവിടെ സെൽ 1ൻ്റെ ഒരു പാർട്ടിൽ ടോപ്പിൽ ടൗ 1, ദെൻ ടൗ 2 ഇവിടെ ടൗ 3. ഇനി ഈ ടൗ 1 ഉള്ള സെക്ഷനിൽ ഇവിടുത്തെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത് കിട്ടും, ദാറ്റ് ഈസ് Q1 കിട്ടും. ഇതേ ഡയറക്ഷനിൽ തന്നെ കിട്ടും. ഇവിടുത്തെ തിക്നെസ് രണ്ട് സെയിം ആകണമെന്നില്ല, ചിലപ്പോൾ ആകാം. ഈ തിക്നെസ് കൊണ്ട് ടൗ 2 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ Q2 കിട്ടും, ദാറ്റ് ഈസ് ഷിയർ ഫ്ലോ ഇൻ ദി സെക്കൻഡ് സെൽ.
സിമിലർലി ഈ ഒരു പോയിന്റിൽ ഷിയർ സ്ട്രെസ് ടൗ 3യെ അവിടുത്തെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് ദ ഷിയർ ഫ്ലോ ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ ഇൻ ദി വെബ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. നൗ വി ആർ ഗോയിങ് ടു അനലൈസ് ബൈ ടേക്കിംഗ് എ സിംഗിൾ പാർട്ട്, ഒരു ചെറിയ സ്മോൾ പാർട്ട് മാത്രം അനലൈസ് നടത്താൻ പോവുകയാണ്. നോക്കുക, ജസ്റ്റ് കൺസിഡർ ഇത്രയും സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യും. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തു അലോങ് ദി ലെങ്ത് ഓൾസോ. ആ ലെങ്ത് വൈസിൽ ഞാൻ കട്ട് ചെയ്തു. ലൈക്ക് ദിസ്. ഈ കട്ട് ചെയ്തെടുത്ത സെക്ഷനാണ് ഞാൻ താഴെ വരച്ചിരിക്കുന്നത്. സോ ലൈക്ക് എ ടി സെക്ഷൻ, ഈ ഒരു ജോയിൻറ്റിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതാ ഈ ഒരു പാർട്ടുണ്ട്, ഇവിടെയുണ്ട്, ഇതാ ഇവിടെയുണ്ട്. ഇതേതാണ്? ദറ്റ് ഈസ് ദ പാർട്ട് ബിലോങ് ടു ദ സെൽ 1. ദിസ് വൺ ഈസ് ദ പാർട്ട് ബിലോങ് ടു സെൽ 2 ആൻഡ് ദിസ് ഈസ് ദ പാർട്ട് ബിലോങ് ടു ദ വെബ്. ഇനി ഏത് പേര് കൊടുക്കാം? ഇവിടെ ഷിയർ സ്ട്രെസ് ആണ് ടൗ 1 ഏത് ഡയറക്ഷനിലാണ്? ലെഫ്റ്റിലേക്കാണ്. സോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു ഷിയർ സ്ട്രെസ് ടൗ 1 ലെഫ്റ്റിലേക്ക്. ദെൻ ടൗ 2 അതും ലെഫ്റ്റിലേക്ക്, ടൗ 2 ലെഫ്റ്റിലേക്ക്. ദെൻ ടൗ 3 നേരെ താഴേക്ക് ഇൻ ദി വെബ്. ഷിയർ സ്ട്രെസ് ഇൻ ദി വെബ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. വാട്ട് അബൌട്ട് ദ തിക്നെസ്? ഇത് ഫസ്റ്റ് സെൽ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് തിക്നെസ് ആകാം, ചിലപ്പോൾ സെയിം ആകാം. തൽക്കാലം ഡിഫറെൻറ്റ് എടുക്കുന്നു. സെയിം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടി. സോ ഇത് T1 എന്ന് വിളിച്ചു ബിക്കോസ് ഇറ്റ് ഈസ് ഓൺ ദി ഫസ്റ്റ് സെൽ. ദെൻ സെക്കൻഡ് T2 എന്ന് വിളിച്ചു. ദിസ് വിൽ ബി T3. ഓരോന്നിൻ്റെയും തിക്നെസ്. നൗ ഹിയർ ഇവിടെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ടൗ 2 ഈ ഡയറക്ഷനിൽ. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സീ ദീസ് ഫേസ്, ഈ ഒരു ഫേസ് കാണാം, അതായത് കട്ട് ചെയ്തിരിക്കുന്ന സെക്ഷൻ. അത് ഏത് ഫേസ് ആയിരിക്കും? ദാറ്റ് വിൽ ബി ദ ഫേസ് എലോങ് ദി ഇസഡ് ഡയറക്ഷൻ. ഇസഡ് ഡയറക്ഷൻ, ഇതാണ് ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇസഡ് ഡയറക്ഷനുള്ള ഫേസ്, ഇസഡ് ഡയറക്ഷനിൽ പാരലൽ ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഞാൻ ഈ ഹാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഐ ടേക്ക് ദിസ് ആസ് ഡെൽറ്റ L, that is the length of the section we cut along the z direction. ഇത് ഡെൽറ്റ L ആണെങ്കിൽ ഇതും ഡെൽറ്റ L ലെങ്ത് കാണും ഈ ഫേസിന്. ഈ ലെങ്തിൻ്റെ ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് T2. അതുപോലെ ഇവിടെ എല്ലാം ഡെൽറ്റ L ആയിരിക്കും അവിടുത്തെ ലെങ്ത്. ഇത് ഡെൽറ്റ L, താഴെ എടുത്താലും ഡെൽറ്റ L ആയിരിക്കും. സോ ഹിയർ ഈ ഒരു ഫേസിൽ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ഒരു ഫേസിലെ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് ഒക്കെ. ഇവിടെ എത്രയാണ്? ദിസ് വിൽ ബി, ഇത് ഈ ഇൻ്റർഫേസിൽ ഇതൊരു പെർപെൻഡിക്കുലർ പ്ലെയിൻ, ഇത് വേറെ പെർപെൻഡിക്കുലർ പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് ടൗ 2 ഇങ്ങോട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫേസിൽ എങ്ങനെ ആയിരിക്കും? ഈ ഡയറക്ഷനിൽ സെയിം ഷിയർ സ്ട്രെസ് ടൗ 2 വരും. എന്താണ് റീസൺ? ദാറ്റ് ഇസ് കോൾഡ് ദ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഷിയർ സ്ട്രെസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ഫേസിൽ ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ കൗണ്ടർ ക്ലോക്ക് വൈസിൽ സെയിം ഷിയർ സ്ട്രെസ് വരും. ഇത് ടൗ ആണെങ്കിൽ ദിസ് വിൽ ടൗ ഡാഷ്, ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് ആൻഡ് ടൗ ഡാഷ് ആർ സെയിം. അതുപോലെ ഇവിടെ ദിസ് വിൽ ബി ടൗ ഡാഷ്, ദിസ് ഇസ് ടൗ ആൻഡ് ബോത്ത് ആർ സെയിം. അതുപോലെ തന്നെ ഇവിടെ ഷിയർ സ്ട്രെസ് ടൗ 2 ഇവിടെ വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസിൽ ഇവിടെ അതും ടൗ 2 തന്നെയായിരിക്കും. ദാറ്റ് ഈസ് എ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്. അപ്പോൾ നോക്കുക, ഇസഡ് ഡയറക്ഷനിലെ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനിലാണ്. അതിൻ്റെ വാല്യൂ ടൗ 2 ആണ്. അങ്ങനെയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് ദ ഫോഴ്സ് ഓൺ ദാറ്റ് പ്ലെയിൻ എലോങ് ദി ഇസഡ് ഡയറക്ഷൻ എത്രയായിരിക്കും? ആ ഇസഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ എത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ എനിക്ക് മറുവശത്ത് കൊടുക്കാം. അതാ ഇവിടെ ഉണ്ടെണ്ണം നമുക്ക് കാണത്തില്ല, മറുവശത്താണ് ഇവിടെ ഇരിക്കും. ദാറ്റ് ഈസ് ഓൾസോ എ പ്ലെയിൻ പാരലൽ ടു ദ ഇസഡ് ഡയറക്ഷൻ. അവിടെയുമുണ്ട് ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അതേ ഡയറക്ഷനിൽ വരും. നോക്കുക, ഈ ടൗ 1 ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫേസിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ഏതാ? അതും ടൗ 1 തന്നെയായിരിക്കും, നേരെ ഓപ്പോസിറ്റ് തിരിച്ചായിരിക്കും. ഇത് ഇങ്ങോട്ട് വരും ടൗ 1. ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്. ഇനി മൂന്നാമത്തെ കട്ട് ചെയ്യുന്ന സെക്ഷൻ എവിടെയാണ്? ഇത് താഴെ, ഈ താഴെ വരുന്ന ഫേസ് ആയിരിക്കും. അത് ഡയറക്ഷൻ എങ്ങനെയാണ്? ടൗ 3 ഇവിടെ നേരെ താഴേക്കാണ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള ഫേസിൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ദാറ്റ് ഈസ് അഗെയിൻ ടൗ 3 ഡ്യൂ ടു ദ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് തിയറി. സോ ഇപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്നത് 3 പ്ലെയിനാണ്. ആ 3 പ്ലെയിനും ഏതിന് പാരലാണ്? ഇസഡ് ആക്സിന് പാരലാണ്. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ സപ്പോസ് ദിസ് ഇസ് ദി ഇസഡ് ആക്സിസ്. ആദ്യത്തെ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തെ പ്ലെയിന് അതും മറുവശത്ത് ഇങ്ങനെ ഇരിക്കും. മൂന്നാമത്തെ പ്ലെയിനോ നേരെ താഴെ, അതും ഇങ്ങനെ ഇരിക്കും. ഇതാണ് 3 പ്ലെയിൻ. ഒന്നിങ്ങനെ, ഒന്ന് താഴെ.
സോ ദീസ് ആർ ദ 3 planes പാരലൽ ടു ദ ഇസഡ് ഡയറക്ഷൻ. ആ 3 പ്ലെയിനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട്. എത്രയാണ്? ഫസ്റ്റ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് പ്ലെയിൻ. അതേത് ഡയറക്ഷനാണ്? ദാ τ2 ഇങ്ങോട്ടാണ്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനാണ് τ2 ഇൻറ്റു ഏരിയ. അതുപോലെ രണ്ടാമത്തെ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ അത് τ1 നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അങ്ങോട്ടാണ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ ഫോഴ്സ് ഈസ് τ1 ഇൻറ്റു ഏരിയ ഓഫ് ദിസ് പ്ലെയിൻ. മൂന്നാമത്തതും താഴെയുള്ള പ്ലെയിൻ, ഇങ്ങനെ ഇരിക്കുന്ന പ്ലെയിന് അതെങ്ങോട്ടാണ് ഡയറക്ഷൻ? τ3 നേരെ ഇങ്ങോട്ടാണ്, പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ആ മൂന്നാമത്തെ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? τ3 ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് പ്ലെയിൻ, അതും പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഇത്രയേ ഉള്ളൂ. സോ നൗ വി ആർ ഗോയിങ് ടു യൂസ് ദി ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം. നമുക്കിതൊരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആകണമെന്നുണ്ടെങ്കിൽ all these forces in the z direction should be compensated, അല്ലെങ്കിൽ that should be matching. അപ്പോൾ നമുക്ക് എഴുതുന്നത് write equilibrium equations in z direction. ഞാൻ പറഞ്ഞു 3 പ്ലെയിൻ ഉണ്ട്. ആദ്യത്തെ പ്ലെയിൻ എങ്ങനെ വരും നോക്കാം. ഇതാണ് ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്ലെയിൻ എങ്ങനെയാണ്? τ2 ഇൻറ്റു ദാറ്റ് ഈസ് F1 എന്ന് പറയാം. F1 ഈസ് ഈക്വൽ ടു τ2 ഇൻറ്റു ഇവിടുത്തെ ഏരിയ എത്ര വരും? ഈ ഒരു പ്ലെയിൻ്റെ ഏരിയ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ L ആണ്. നമ്മൾ ബാക്കിലേക്ക് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിൽ എടുത്തിരിക്കുന്ന ലെങ്ത് ഓഫ് ദ പ്ലെയിൻ ഡെൽറ്റ L ആണ്. ലെങ്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് എടുത്താൽ മതി. തിക്നെസ് എത്രയാണ്? ദിസ് ഇസ് T2. ഇത് T2 തിക്നെസ് ആണ്. സോ ഷിയർ സ്ട്രെസ് τ2 ഇൻറ്റു ലെങ്ത് ഡെൽറ്റ L ഇൻറ്റു തിക്നെസ്. സോ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ദാറ്റ് ഗീവ്സ് ദ ഫോഴ്സ്. അതാണ് F1. ഇനി നോക്കുക, സൈൻ കൂടെ കൊടുത്തേക്കുക. F1 ഏത് സൈൻ കൊടുക്കാം? പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇസഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈൻ കൊടുക്കാം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് കൊടുക്കാം. ഇവിടെ അങ്ങോട്ട് വരും τ2 ഈസ് അലോങ് ദ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. സോ F1 ഈസ് പോസിറ്റീവ്. സിമിലർലി യു ക്യാൻ റൈറ്റ് ദി ഫോഴ്സ് ഇൻ ദി ഇസഡ് ഡയറക്ഷൻ ഓൺ ദ സെക്കൻഡ് പ്ലെയിൻ. ഏതാണ് സെക്കൻഡ് പ്ലെയിൻ? ഇത്. ഈ സെക്കൻഡ് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ഏതാണ്? τ1 ഇൻറ്റു ഏരിയ എത്രയാണ്? ഡെൽറ്റയിൽ ലെങ്ത് ഉണ്ട് പുറകോട്ട്, തിക്നെസ് T1 ഉണ്ട്. ഡയറക്ഷൻ ഏതാണ്? നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനാണ്. സോ ഐ എം റൈറ്റിംഗ് F2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡയറക്ഷൻ ഷിയർ സ്ട്രെസ് τ1 ഇൻറ്റു ഡെൽറ്റ L ഇൻറ്റു തിക്നെസ് T1. ദെൻ മൂന്നാമത്തേതോ F3 താഴെയുള്ള ഫേസ് ആണ്. താഴത്തെ ഫേസിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് τ3 ദാറ്റ് ഈസ് ഇൻ ദ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഏരിയ ഓഫ് ദാറ്റ് പ്ലെയിൻ ബോട്ടം പ്ലെയിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഡെൽറ്റ L ആണ് അതിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് അലോങ് ദി ഇസഡ് ഡയറക്ഷൻ. ദെൻ തിക്നെസ് ഓഫ് ദി വെബ് എന്ന് പറയുന്നത് T3 ആണ്. സോ ഏരിയ ഈസ് ഫോഴ്സ് ഈസ് τ3 ഇൻറ്റു ഡെൽറ്റ L ഇൻറ്റു T3. ദിസ് ഈസ് ഓൾസോ ഇൻ ദി പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാം. എന്താ ഇക്വിലിബ്രിയം ഇക്വേഷൻ? algebraic sum of all the forces in the z direction, sigma f z, that should be equal to 0. അപ്പോൾ ഏതൊക്കെ വരും? F1 plus F2 plus F3 equal to 0. So τ2 delta L T2 minus τ1 delta L T1 plus τ3 delta L T3, that should be equal to 0. Delta L is a common term, അത് കട്ട് ചെയ്ത് കളയാം. RHS 0 ആണ്. ദെൻ ദിസ് ഈസ് നെഗറ്റീവ്, ഇത് നമുക്ക് RHS ലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? RHS എടുത്തു കഴിഞ്ഞാൽ അതും LHS എഴുതുക ആദ്യം. ദാറ്റ് ഈസ് τ1 ഇൻറ്റു T1 ഈസ് ഈക്വൽ ടു τ2 ഇൻറ്റു T2 പ്ലസ് τ3 ഇൻറ്റു T3. That is the conclusion from equilibrium equation. Shear stress into thickness at any point. അതിനെന്തെന്ന് വിളിക്കാം? ദാറ്റ് ഈസ് സെക്ഷൻ 1 എടുക്കുന്ന ഏതെങ്കിലും ഒരു സെക്ഷൻ, ഇനിഷ്യൽ എടുത്തിരിക്കുന്ന സെക്ഷൻ ആണെങ്കിൽ അവിടുത്തെ ഷിയർ സ്ട്രെസ്സിനെ ആ പോയിന്റിലെ തിക്നെസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് കോൾഡ് ദ ഷിയർ ഫ്ലോ റെപ്രസെൻറ്റഡ് ബൈ Q1. സോ Q1 ഈസ് ഈക്വൽ ടു അടുത്ത എന്ത് വരും? ഷിയർ സ്ട്രെസ് അറ്റ് 2 ഇൻറ്റു തിക്നെസ് അറ്റ് ദാറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് Q2. തേർഡ് വൺ ഈസ് Q3. സോ ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഇതാണ്, ഇൻസ്റ്റെഡ് ഓഫ് ഷിയർ സ്ട്രെസ് ഐ ക്യാൻ റൈറ്റ് ദി ഷിയർ ഫ്ലോ ഓൾസോ. സോ ഇനി മുതൽ ഷിയർ സ്ട്രെസ് എഴുതുന്നതിന് പകരം ഷിയർ ഫ്ലോ Q1, Q2, Q3 എന്ന് എഴുതാനും ശരി തന്നെയാണ്. സോ റിസൾട്ട് ഈസ് Q1 ഈസ് ഈക്വൽ ടു Q2 പ്ലസ് Q3. അപ്പോൾ ഇനി മുതൽ ഇങ്ങനൊരു ഫിഗർ ഉണ്ടെങ്കിൽ ഇവിടെ τ1 എഴുതുന്നതിന് പകരം Q1 ഈ ഡയറക്ഷനിൽ, Q2
ഈ ഡയറക്ഷനിൽ Q3 ഇതേ താഴേക്ക് ഇങ്ങനെ എഴുതിയാലും ശരി തന്നെയാണ്. സോ ദാറ്റ് ഗിവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഷിയർ ഫ്ലോ. ഇനി ഇങ്ങനെ ഒരു സെക്ഷനിൽ സപ്പോസ് ഇതാണ് നമ്മുടെ സെക്ഷൻ എന്ന് വിചാരിക്കുക. 2 സെല്ലുണ്ട്. നമ്മുടെ റിസൾട്ട് പ്രകാരം ദിസ് വിൽ ബി ദി Q1, ദെൻ ദിസ് വിൽ ബി ദി Q2. അപ്പോൾ ഈ Q1 എങ്ങനെ വരും? Q1 ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ടോ ദിസ് ഈസ് സ്പ്ലിറ്റിംഗ് ഇൻടു 2, താഴേക്ക് പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് Q3. ആൻഡ് ഹിയർ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് വരിക. സോ Q1 ഈസ് ദി ഷിയർ ഫ്ലോ ഇൻ ദി ഫസ്റ്റ് സെൽ, Q2 ഷിയർ ഫ്ലോ ഇൻ ദി സെക്കൻഡ് സെൽ. സോ Q1 ഡയറക്ഷൻ എങ്ങനെ വരും? ദാ ഇങ്ങനെ വരും. Q2 ദാ ഇങ്ങനെ. ദെൻ വാട്ട് ഈസ് Q3? Q1ഉം Q2ഉം കൂടെ ഇഫക്റ്റായിട്ട് വെബിൽ ഉള്ള ഷിയർ ഫ്ലോ ആണ് Q3 എന്ന് പറയുന്നത്. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. Q1 ഷിയർ ഫ്ലോ ആദ്യത്തെ സെല്ലിൽ മാത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഡ്രോ എ കണ്ടിന്യൂസ് ലൂപ്പ് ലൈക്ക് ദിസ്, ദറ്റ് ഗിവ്സ് ദ ഷിയർ ഫ്ലോ ഡയറക്ഷൻ ഇൻ ദി സെൽ 1. അതുപോലെ Q2 ഷിയർ ഫ്ലോ ഇൻ ദി സെക്കൻഡ് സെൽ, കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് കർവ് വരയ്ക്കുക. ഇനി ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ തിൻ വാൾഡ് ട്യൂബ് ആണെങ്കിൽ ടോർക്ക് T ഈസ് ഈക്വൽ ടു 2Q ഇൻറ്റു A. അതായത് അപ്ലൈ ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് Q ഈസ് ദ ഷിയർ ഫ്ലോ ഇൻ ദാറ്റ് തിൻ വാൾഡ് ട്യൂബ് ആൻഡ് A ഈസ് ദി മീൻ ഏരിയ. അതായത് ഇതിൻ്റെ മീഡിയൻ പെരിമീറ്റർ കൺസിഡർ ചെയ്തിട്ട് അതിനുള്ളിൽ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് A അല്ലെങ്കിൽ AM, മീൻ ഏരിയ AM അല്ലെങ്കിൽ A. ഞാൻ തൽക്കാലം AM വരെ എന്ന് എഴുതുന്നേ ഉള്ളൂ ഫോർ ഷോർട്ട്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ 2 സെല്ലുള്ളതുകൊണ്ട് സപ്പോസ് ക്യാപിറ്റൽ T, നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ T ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സെല്ലും സെക്കൻഡ് സെല്ലും ആ ടോർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഒരു പാർട്ട് ഫസ്റ്റ് സെൽ എടുക്കും, ബാക്കി പാർട്ട് സെക്കൻഡ് സെൽ എടുക്കും. ഞാൻ അതിനെ 2 ആയിട്ട് മാറ്റുന്നു. അതായത് സപ്പോസ് T1 ഈസ് ദി ടോർക്ക് ടേക്കൺ ബൈ ദി ഫസ്റ്റ് സെൽ, T2 ഈസ് ദി ടോർക്ക് ടേക്കൺ ബൈ സെക്കൻഡ് സെൽ. അങ്ങനെയാണെങ്കിൽ ടിയുടെ ഇക്വേഷൻ എന്താണ്? 2Q ഇൻറ്റു A. ഫസ്റ്റ് സെൽ എടുക്കുന്ന ടോർക്ക് T1 ആണെങ്കിൽ കറസ്പോണ്ടിങ് RHS എന്ത് വരും ഇവിടെ? 2 ഇൻറ്റു Q ഫോർ ദ ഫസ്റ്റ് സെൽ ആൻഡ് ഏരിയ ഫോർ ദ ഫസ്റ്റ് സെൽ. അപ്പോൾ അങ്ങനെ എഴുതാം Q1 ദാറ്റ് ഈസ് എ ഷിയർ ഫ്ലോ ഫോർ ദ ഫസ്റ്റ് സെൽ, A1 ദാറ്റ് ഈസ് എ മീൻ ഏരിയ ഫോർ ഫസ്റ്റ് സെൽ. സിമിലർലി T2 2 ടൈംസ് Q2 ഇൻറ്റു A2. അപ്പോൾ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞാലോ ആഡിങ് T1 ആൻഡ് T2 ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: അപ്ലൈഡ് ടോർക്ക് T ഈക്വൽ ടു T1 പ്ലസ് T2. എന്താണ് T1? T1 ഈസ് ഈക്വൽ ടു 2Q1 A1. അതുപോലെ T2 ഈസ് ഈക്വൽ ടു 2Q2 A2. ഷിയർ ഫ്ലോ ഇൻ ദ ഫസ്റ്റ് സെൽ, ഷിയർ ഫ്ലോ ഇൻ ദ സെക്കൻഡ് സെൽ, മെയിൻ ഏരിയ ഓഫ് ഫസ്റ്റ് സെൽ, മെയിൻ ഏരിയ ഓഫ് സെക്കൻഡ് സെൽ. സോ ദാറ്റ് ഗിവ്സ് ടോർക്ക് ഈസ് ഈക്വൽ ടു 2Q1 A1 പ്ലസ് 2Q2 A2. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. മിക്കവാറും ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ടോർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ടോർക്ക് കൂടാതെ മിക്കവാറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ ആയിരിക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത്. സോ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഓർക്കുക, ടോർക്ക് ഈസ് ഈക്വൽ ടു 2Q ഇൻറ്റു A. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു T/4GA² ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ DS/T. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഇൻ കേസ് ഓഫ് എ തിൻ വാൾഡ് ട്യൂബ്. ഒരു സിംഗിൾ സെക്ഷൻ ഉണ്ടെങ്കിൽ ഇതാണ്. നമുക്ക് മൾട്ടിപ്പിൾ സെക്ഷൻ ഉണ്ടെങ്കിലോ മൾട്ടിപ്പിൾ സെൽ ഉണ്ടെങ്കിലോ നമുക്ക് ഈ സൈക്ലിക് ഇൻ്റഗ്രൽ DS/T കുറച്ചുകൂടെ കൂടുതൽ വരും. അതായത് ആഡ് ചെയ്യണം, സം ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാനിതിനെ നേരത്തെ നമ്മൾ പറഞ്ഞ ടോർക്കിൻ്റെ ക്യൂവിൻ്റെ ടൈംസിലേക്ക് മാറ്റാൻ പോവുക. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് T ഇപ്പോൾ ഓൾറെഡി എഴുതി. ടോർക്ക് T ഈസ് ഈക്വൽ ടു 2Q ഇൻറ്റു A. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി അറിയാം, ഇവിടെ നമുക്ക് T ഉണ്ട്, ഡിനോമിനേറ്ററിൽ Aയും ഉണ്ട്, 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ T/2A എടുക്കുവാണെങ്കിൽ എന്ത് വരും? T ഡിവൈഡഡ് ബൈ 2A ദാറ്റ് ഈസ് ഈക്വൽ ടു Q എന്ന് വരും. T ഡിവൈഡഡ് ബൈ 2A ദാറ്റ് ഈസ് ഈക്വൽ ടു Q. അപ്പോൾ അതിനുള്ള മാത്രം ഞാൻ മാറ്റിയിടുന്നു. സോ ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു T/2A. ഇത് നമുക്ക് Q എന്ന് റീപ്ലേസ്മെൻറ്റ് കൊടുക്കാം. ബാക്കി എന്ത് വരും ഇവിടെ? ഡിനോമിനേറ്ററിലൊന്നുമില്ല. പിന്നെ ദെൻ ഡിനോമിനേറ്ററിൽ ഒരു 2 റിമെയിൻ ചെയ്യുന്നുണ്ട്. 2G ഉണ്ട്, A ഉണ്ട്. ഫൈൻ, ശരിയല്ലേ? T ഇൻറ്റു 4
g a square. So integral ds by t. ഇനി ഇതിന് വരെ q എന്ന് കൊടുക്കുന്നു. This is 2ga remains there. Cyclic integral. ഇതെന്താണത്? q ആണ്. ഇത് t by 2 by q ആണ്. So I am taking q inside the integral. കാരണം ഓരോ സെല്ലിലെയും ക്യൂവിൻ്റെ വാല്യൂ ഓരോന്നായിരിക്കും. Q1, Q2 അങ്ങനെ വ്യത്യാസമുള്ളതുകൊണ്ട് ഐ എം ടേക്കിംഗ് ദാറ്റ് q into the integral. അകത്ത് എഴുതിയാലും കുഴപ്പമില്ല, പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. q into ds by t. ഇതാണ് ഇക്വേഷൻ. Therefore 2ga ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ 2g ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ 2g തീറ്റ is equal to 1/a into q into integral ds by t. ഇതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. Now we are applying this equation to, ഇതാണ് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. Now we are applying these entire things RHS to the cell 1 and then cell 2. ഫസ്റ്റ് സെൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ ക്രോസ് സെക്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അറ്റ് എ ഗിവൺ സെക്ഷൻ. അതെവിടെ നോക്കുക, നമുക്ക് അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ക്യാപിറ്റൽ ടി ആണ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ. എലോങ് ദി ലെങ്ത് ക്യാപിറ്റൽ എൽ, ഇത്രയും ലെങ്ത് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതർ എൻഡ് വിൽ ബി ഫിക്സ്ഡ്, അവിടെ ട്വിസ്റ്റ് ഒന്നും കാണില്ല. സോ ലെങ്ത് കൂടുന്തോറും നമുക്കറിയാം, ലെങ്ത് കൂടുന്തോറും ഈ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൂടി വരും. സോ ഫോർ എനി ഗിവൺ സെക്ഷൻ ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്, സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ദിസ് ടോർക്ക് ടി, ഈ കട്ട് ചെയ്തിരിക്കുന്ന ഈ സെക്ഷനിൽ ഒരു തീറ്റ ഉണ്ടെങ്കിൽ അത് 1-നാണെങ്കിലും 2-നാണെങ്കിലും സെയിം തീറ്റ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അസ്യൂം നിങ്ങളിങ്ങനെ ഒരു സർക്കുലർ സെക്ഷൻ ആണെന്ന് വിചാരിച്ചു. സപ്പോസ് ഇതാണ് ഒരു സെൽ, ഫസ്റ്റ് സെൽ, ഇത് സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. വി ആർ അപ്ലൈങ് ടോർക്ക് ടി. ഈ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഈ പർട്ടിക്കുലർ സെക്ഷനിൽ ദർ വിൽ ബി സം തീറ്റ. അതായത് ഇനിഷ്യലി ഇങ്ങനെ ഇരുന്നത് ലൈൻ, ഒരു ഡയമീറ്റർ ലൈൻ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഇങ്ങനെയോ. സോ ദിസ് വിൽ ബി ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ പെർ യൂണിറ്റ് ലെങ്ത്. അത് ഈ ഫസ്റ്റ് സെല്ലിനാണെങ്കിലും സെക്കൻഡ് സെല്ലിനാണെങ്കിലും സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആയിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. സോ ഹിയർ 1 and 2 ബോത്ത് സെൽസ് ആർ ഹാവിങ് സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ LHSൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ 2 ദാറ്റ് ഈസ് എനിവേ കോൺസ്റ്റൻറ്റ്, g ഓൾസോ കോൺസ്റ്റൻറ്റ്, തീറ്റ ഓൾസോ കോൺസ്റ്റൻറ്റ് അറ്റ് എ ഗിവൺ സെക്ഷൻ. അപ്പോൾ RHS മാത്രമേ ഇനി മാറുന്നുള്ളൂ. RHS എങ്ങനെ മാറും? LHS സെയിം ആണെങ്കിൽ RHS ഒന്നും മാറത്തില്ല. So we are applying this equation to cell 1 and cell 2 separately. So for the first cell, for cell 1 I am writing 2g theta is equal to 1/a. ഏതെടുക്കും? That is the mean area of cell 1, A1 എന്നെടുത്ത്, ക്യാപിറ്റൽ A1. Then q into integral ds by t. ഈ സൈക്ലിക് ഇൻ്റഗ്രൽ ds by t ഞാൻ തൽക്കാലം ഒരു റീപ്ലേസ്മെൻറ്റ് കൊടുക്കുവാണ്. സോ ലെറ്റ് എ സ്മോൾ ലെറ്റർ A1 ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ds by t ഫോർ സെൽ 1. വെബ് കൂടെ കൂട്ടിയാണ്, ഇൻക്ലൂഡിങ് വെബ്. അതുപോലെ സ്മോൾ a2 ദാറ്റ് ഈസ് വാല്യൂ ഓഫ് സൈക്ലിക് ഇൻ്റഗ്രൽ ds by t ഫോർ സെൽ 2 ഇൻക്ലൂഡിങ് വെബ്. അതുപോലെ a3 സൈക്ലിക് ഇൻ്റഗ്രൽ ds by t ഫോർ വെബ് പാർട്ട് ഓൺലി. വെബ് മാത്രമാണെങ്കിൽ അതിൻ്റെ സൈക്ലിക് ഇൻ്റഗ്രൽ ds by t ആണ് a3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെൽ 1-ലായതുകൊണ്ട് ഇവിടെ q1 എന്ന് എഴുതുന്നു, q1. ദെൻ ഇതോ ds by t ഫോർ ഫസ്റ്റ് സെൽ ദാറ്റ് ഈസ് a1. പക്ഷെ ഇവിടെ കൊണ്ട് തീർന്നില്ല. കാരണം എന്താണ്? കംപ്ലീറ്റ് ഇവിടെ നോക്കുക, ഒരു കംപ്ലീറ്റ് കോണ്ടൂർ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ഫസ്റ്റ് സെൽ. ഇവിടെ ഓക്കെ, ദാറ്റ് ഈസ് ds by t എടുത്ത് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ദ വെബ് പാർട്ട് ഈസ് കോമൺ ടു ദ സെൽ 1 and 2. 1-നും 2-നും കോമൺ ആയിട്ടുള്ള ഒരു പാർട്ടാണ് വെബ് പാർട്ട്. അപ്പോൾ നമുക്കിവിടെ റെപ്ലിക്കേഷൻ വരാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് മൈനസ് ചെയ്യണം. അതെങ്ങനെ മൈനസ് ചെയ്യും? അതാണ് ഞാനിവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. q1a1 മൈനസ് അടുത്തെന്ത് വരും? q2 ഇൻറ്റു q2 ഇൻറ്റു a12. That's it. What is a12?
sorry, this is not A3, A12 എന്ന് എടുക്കുക. A12 is cyclic integral ds by t common to both 1 and 2 എന്ന് പറഞ്ഞാൽ വെബിൻ്റെ cyclic integral ds by t ആണ് A12 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസ്ഡ് കോണ്ടൂറിലെ കോമൺ വരുന്ന വെബിൻ്റെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കാൻ വേണ്ടി Q1 into A1 മൈനസ് Q2 into A12 ചെയ്തിരിക്കുന്നു. What is Q2? ഫസ്റ്റ് സെല്ലിൻ്റെ ഫ്ലോ, ഷിയർ ഫ്ലോ. Q2 is the second ഷിയർ ഫ്ലോ ഇൻ്റെ സെക്കൻഡ് സെൽ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതി നിങ്ങൾ ഓർക്കണം. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. That is equation number 2. Now, for the second cell, same thing, 2g theta. ഇവിടെ തീറ്റ 1 തീറ്റ 2 എഴുതണ്ട, കാരണം എന്താ ഞാൻ പറഞ്ഞു, സെൽ 1ലും സെൽ 2ലും ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കോമൺ ആയിരിക്കും, ബിക്കോസ് അറ്റ് എ ഗിവൺ സെക്ഷൻ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ റൈറ്റ് സൈഡിൽ വ്യത്യാസം വരും, കാരണം സെക്കൻഡ് സെല്ല് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും, ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും ഏരിയ. അതുകൊണ്ട് സെക്കൻഡ് സെല്ലിൻ്റെ മീൻ ഏരിയ ആണ് A2 ഇൻറ്റു അടുത്തെന്ത് വരും, സെക്കൻഡ് സെല്ലിൻ്റെ ഷിയർ ഫ്ലോ Q, ദാറ്റ് ഈസ് Q2 ഇൻറ്റു ഇൻ്റഗ്രൽ ds by t ഓഫ് സെക്കൻഡ് സെൽ എന്താണ്, ഇൻ്റഗ്രൽ ds by t ഫോർ ദ സെക്കൻഡ് സെൽ ഈസ് A2. സോ Q2 ഇൻറ്റു A2. ഇവിടെയും മൈനസ് എന്താ വരുന്നത്, വെബ് പാർട്ട് കോമൺ ആണ്, അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കാൻ വേണ്ടി മൈനസ് എന്താണ്, Q1 ഇൻറ്റു A12. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സോ ഇക്വേഷൻ നമ്പർ 1 ഞാൻ എഴുതിയത് ടോർക്ക് ഇക്വേഷൻ ആയിരുന്നു. ഇക്വേഷൻ നമ്പർ 2 and 3 എഴുതിയിരിക്കുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റിൻ്റെ ഇക്വേഷനാണ്. ഈ 3 ഇക്വേഷനാണ് അൾട്ടിമേറ്റ്ലി ഈ ഒരു സെക്ഷൻ നമുക്ക് ബൈഹേർട്ട് ചെയ്യേണ്ടത്. ഇതുണ്ടെങ്കിൽ ഈ 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് ഫോർ ദി ഷിയർ ഫ്ലോ Q1 Q2, ദെൻ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ, ദ ടോർക്ക് T. ഈ 4 കാര്യം കണ്ടുപിടിക്കാം. സോ സോൾവിങ് 1, 2 and 3 വി ഗെറ്റ്, മിക്കവാറും ടോർക്ക് തരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്തൊക്കെയായിരിക്കും അൺനോൺ, ഫസ്റ്റ് ഇക്വേഷനിൽ Q1 and Q2 അൺനോൺ ആയിരിക്കും. ദെൻ സെക്കൻഡ് ഇക്വേഷൻ അൺനോൺ ഏതായിരിക്കും, അവിടെയും Q1 Q2 അൺനോൺ ആയിരിക്കും, തീറ്റയും അൺനോൺ ആയിരിക്കും. പക്ഷേ ആ തീറ്റ അവിടെ പ്രശ്നം ഉണ്ടാക്കത്തില്ല, കാരണം സെക്കൻഡ് ഇക്വേഷനിലെ അൺനോണും തീറ്റയും, തേർഡ് ഇക്വേഷനിലെ അൺനോൺ തീറ്റയും Q1ഉം Q2 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 and 3 നമ്മൾ ഇക്വേറ്റ് ചെയ്യാം, കാരണം LHS രണ്ട് സെയിം ആണ്, അപ്പോൾ RHS സെയിം ആണ്. അപ്പോൾ 2ഉം 3 ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ എത്ര അൺനോൺ ഉണ്ട്, A1 A2, അത് മാത്രമേ അൺനോൺ ഉള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ അൺനോൺ ആക്കിയാണ് Q1 Q2. അപ്പോൾ ഇവിടെയും Q1 Q2 അൺനോൺ ആണ്, ഫസ്റ്റ് ഇക്വേഷൻ Q1 Q2 അൺനോൺ ആണ്. വി ക്യാൻ സോൾവ് ഫോർ Q1 and Q2. സോ വി ഗെറ്റ് Q1 Q2. Q1 Q2 അറിയാമെങ്കിലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എയ്തർ സെക്കൻഡ് ഇക്വേഷൻ ഓർ തേർഡ് ഇക്വേഷൻ, യു ഗെറ്റ് 2g തീറ്റ. 2g തീറ്റ അറിയാമെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ പ്രൊസീജിയർ. അപ്പോൾ മിക്കവാറും പ്രോബ്ലത്തിൽ ഒന്നെങ്കിൽ ഇങ്ങനെ തരും, ടോർക്ക് തന്നിരിക്കും, ബാക്കി കോൺസ്റ്റൻസ് G ഇതിൻ്റെ വാല്യൂ തന്നിരിക്കും, ഡയമെൻഷൻസ് തന്നിരിക്കും. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് Q1 and Q2. അതുവഴി നമുക്ക് ഷിയർ സ്ട്രെസ്സോ തീറ്റയോ എല്ലാം കണ്ടുപിടിക്കാം. ഇതായിരിക്കും മിക്കവാറും നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത്. സോ ഇക്വേഷൻ നമ്പർ 1, 2, 3 ഓർത്തിരിക്കുക.